അല്ലേ? എല്ലാവർക്കും സുഖല്ലേ? എന്ത് പറയുന്നു? എങ്ങനെ പോകുന്നു പഠിപ്പും കാര്യങ്ങളൊക്കെ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ആദ്യം കുറച്ച് വിശേഷം ചോദിക്കട്ടെ. എങ്ങനെയുണ്ട് ക്ലാസ്സും പഠിത്തമൊക്കെ? എങ്ങനെ പോകുന്നു നമ്മുടെ പഠിത്തം? സുഖം. എല്ലാരും നന്നായിട്ട് പഠിക്കുന്നില്ലേ? ഇതാ ഇപ്പൊ മെയ് പകുതിയായി, ഇനി നമുക്ക് കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ എക്സാമിന്. അപ്പൊ എല്ലാരും നന്നായിട്ട് പഠിക്കുക. ഓ സുഖമായിട്ടിരിക്കുന്നു. സുഖമായിരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. നമ്മൾക്ക് മാക്സിമം പോർഷൻ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കാം. നമ്മൾ നന്നായി അറിയാവുന്ന പോർഷൻ നമ്മൾ കുറച്ച് അവിടെ മാറ്റി വെക്കുക. ഇത് നമുക്ക് ഒട്ടും അറിയില്ല, എനിക്ക് എപ്പോഴും മാർക്ക് പോകുന്ന പോർഷൻ ഇതാണെന്ന് തോന്നുന്ന ആ ഭാഗമല്ലേ, അത് കുറച്ച് സമയം എടുത്തിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇപ്പോൾ ചിലർക്ക് ലോ ആയിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ചിലർക്ക് അക്കൗണ്ടിങ് ആയിരിക്കും ഒരു പ്രാവശ്യം വായിച്ചാൽ നല്ല ഓർമ്മ നിൽക്കുന്നതായിരിക്കും. ചിലപ്പോൾ ചിലർക്ക് കോർപ്പറേഷനൊക്കെ ആയിരിക്കും എളുപ്പമായിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് നമ്മൾ കൂടുതൽ വായിച്ചിട്ട് കാര്യമില്ല. അപ്പം നമ്മൾക്ക് എന്താണ് മാർക്ക് പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നോക്കണം. ഇനി നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റിക്ക് വെക്കരുത്. ഏത് നമ്മുടെ ഇംഗ്ലീഷും ജികെയും മാത്സും നമുക്ക് സമയം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാം കവർ ചെയ്തിട്ട് അത് പഠിക്കാൻ വെക്കരുത്. എന്തായാലും ഇതിൻ്റെ ഒപ്പം നമ്മൾ ഉച്ച സമയമൊക്കെ എന്താ വെച്ചാൽ 2 മാത്സോ ഒരു സീരീസോ അല്ലെങ്കിൽ എന്താണ് ഒരു കോഡിങ്ങോ ഡീകോഡിങ്ങോ എന്തെങ്കിലും നമ്മൾ എന്താ ഉച്ച സമയത്ത് ചെയ്ത് പഠിക്കുക. അല്ലെങ്കിൽ 2 ഇംഗ്ലീഷിൻ്റെ കോഡുന്ന എന്തെന്നായാലും ഇംഗ്ലീഷോ അങ്ങനെ നമ്മൾ ഉറക്കം എല്ലാം പഠിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? എല്ലാവരും മനസ്സിൽ ഓർത്ത് വെക്കുക. ഓരോ എക്സാം കണക്ഷൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ആണ്. ഇപ്പൊ റെഡി ആയിട്ടോ. എല്ലാവരും ഓർത്ത് വെക്കുക. ഓരോ എക്സാമിനും കയറും തോറും നമുക്കുള്ള കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് കൂടി വരികയാണ്. അപ്പൊ നമ്മൾ എത്ര മുന്നേ നമ്മളൊരു എക്സാം എഴുതി ലിസ്റ്റിൽ കയറുന്നു അത്രയും നല്ലതാണ്. കാരണം ഒരു ദിവസം ഒരു HDC കുട്ടി ഇറങ്ങുന്നു, ഒരു JDC കുട്ടി ഇറങ്ങുന്നു, BCom കോർപ്പറേഷൻ പഠിച്ചൊരു കുട്ടി ഇറങ്ങുന്നു. അങ്ങനെ ഒരുപാട് പേര് ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് നമ്മൾ എന്താണ്, അവർക്കൊരു വലിയ കോമ്പറ്റേറ്ററാണ്. കാരണം നമ്മളിത് റെഗുലർ ആയിട്ട് പഠിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നന്നായി പഠിക്കുക. ഇനി വരുന്ന ഓരോ എക്സാമും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എഴുതുക. ഓക്കെ, അപ്പൊ ക്ലാസ് തുടങ്ങാം. എല്ലാരും എവിടെ? അപ്പോ 7:36 നമുക്ക് ഇനി ക്ലാസ് തുടങ്ങാം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും എന്നറിയാം. എന്തായാലും നന്നായി തന്നെ പഠിക്കുക കേട്ടോ, അത്രേ പറയാനുള്ളൂ. ക്ലാസ് ഒക്കെ കാണുക, കേൾക്കുക, നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നവരാണെന്ന് വെച്ചാൽ അങ്ങനെ പഠിക്കുക, എല്ലാം നന്നായി ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിപ്രീസിയേഷൻ ആണ്. വേറെ ഒന്നുമില്ല, നമ്മൾ ഡിപ്രീസിയേഷൻ ആണ് പഠിക്കുന്നത്. പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്രീസിയേഷൻ മീൻസ് ഡിക്ലൈൻ ഇൻ ദി വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ് ഡ്യൂ ടു യൂസ് ആൻഡ് പാസേജ് ഓഫ് ടൈം ഓർ ഒബ്സൊലൻസസ്. എന്താണ് ഒരു ഡിപ്രീസിയേഷൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലേക്ക് ഓർമ്മ എന്താ? നമ്മൾ എന്താണ് ഒരു സ്ഥിരമായിട്ട് ഒരു അസറ്റ് യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആ അസറ്റ് കുറേ കാലം യൂസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? അതിനൊരു കാലപ്പഴക്കം വരില്ലേ? ആ കാലപ്പഴക്കത്തിനെയാണ് നമ്മൾ എന്താ ഡിപ്രീസിയേഷൻ. അല്ലെങ്കിൽ അത് അങ്ങനെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉപയോഗത്തിൽ വരുന്ന തേയ്മാനം, അങ്ങനെ പല പേരിലും നമുക്ക് എന്ത് ചെയ്യാം? ഡിപ്രീസിയേഷനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ്. ഒരു ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് അസറ്റിന്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന കുറവ്, അതായത് ഡിക്ലൈനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതിന് ഒരുപാട് കാരണം ഉണ്ടായിരിക്കും ഡിപ്രീസിയേഷൻ ഉണ്ടാകും. ഒന്നെന്ന് പറയുന്നത് നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നത്, ചിലപ്പോൾ എന്ന് പറയുന്നത് കുറേ കാലം നമ്മൾ ഇത് ഉപയോഗിക്കാതിരുന്ന പാസേജ് ഓഫ് ടൈം, അല്ലെങ്കിൽ എന്താണ് പറയുക വിയർ ആൻഡ് ടിയർ, തേയ്മാനം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഒരുപാട് എന്താ വലിച്ചു വാരി പറയാനുള്ള ടോപ്പിക്കൊന്നുമില്ല, നമുക്കറിയാം എന്താ ഡിപ്രീസിയേഷൻ എന്ന്. എന്താ സിലബസ് ഓറിയന്റഡ് ആയതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്താ ഒരു അസറ്റ് വാങ്ങിയ അതിന് നമുക്കൊരു യൂസ്ഫുൾ
യൂസ്ഫുൾ ലൈഫ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഇന്ന് ഞാനൊരു ഫർണിച്ചർ ഒരു കടയിൽ നിന്ന് പോയി പർച്ചേസ് ചെയ്തു വെച്ചാൽ ആ ഫർണിച്ചർ കുറെ കാലം യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പൊ അതാണ് അതിന്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ എന്താണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ആർക്കെങ്കിലും അറിയോ? ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല ആർക്കെങ്കിലും അറിയോ? ഒന്ന് കമന്റ് ചെയ്യൂ. ഡിപ്രീസിയേഷൻ എന്താണ്? ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് ലൈഫ്. എന്താണ് ഡിപ്രീസിയേഷൻ കാണാനുള്ള മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർമുലയാണ് ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ്, അതായത് ഒരു കോസ്റ്റിന്റെ ഒറിജിനൽ വില, അതായത് നമ്മൾ വാങ്ങിയ ആ വില മൈനസ് അതിന്റെ സ്ക്രാപ്പ് വാല്യൂ, അതായത് അതിന്റെ എന്താണ് നമ്മൾ സ്ക്രാപ്പ് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ പഴയ ഇതൊക്കെ, ആ ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ്. അതാണ് ഡിപ്രീസിയേഷൻ കാണാനുള്ള മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫിക്സഡ് അസറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ വരുന്ന തേയ്മാനത്തിനെ അല്ലെങ്കിൽ അതിന്റെ കുറവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ചിലപ്പോൾ കണ്ടിന്യൂസ് ആയി ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകും, ചിലപ്പോൾ ഗ്രാജുവൽ ആയിട്ടായിരിക്കും അതിന്റെ ഡിക്ലൈൻ വരിക, അതായത് കുറച്ചായിട്ടായിരിക്കും ഡിക്ലൈൻ വരുന്നുണ്ടായിരിക്കുക. അങ്ങനെ രണ്ട് നാച്ചുറലും ഡിപ്രീസിയേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ ഡിപ്രീസിയേഷൻ എവിടെയാണ് കാണിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ആസ്പെക്റ്റിൽ നമ്മൾ എടുക്കുമ്പോൾ എന്താണ്, ബിസിനസിനെ സംബന്ധിച്ച് അതൊരു എക്സ്പെൻസ് അല്ലേ. അപ്പൊ നമ്മൾ എക്സ്പെൻസുകളൊക്കെ എവിടെ കാണിക്കുക? P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആൻ എക്സ്പെൻസ് ആൻഡ് ഷോൺ ഇൻ ദി ഡെബിറ്റ് സൈഡ് ഓഫ് P&L അക്കൗണ്ട്. ഓക്കെ. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ബിസിനസ്സിലെ ഒരു എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് തന്നെ P&L അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഓക്കെ. നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു പണ്ട്, ഡിപ്രീസിയേഷൻ ഓൾവേസ് ഡെബിറ്റ് ബാലൻസ് വരുന്ന ഏതാണ്? ഡിപ്രീസിയേഷൻ എന്നുള്ളതായിരുന്നു നമ്മളോട് മുന്നേ കുറെ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഡിപ്രീസിയേഷൻ എപ്പോഴും ഡെബിറ്റ് ബാലൻസ് മാത്രമാണ്. ഇനി എന്താണ്, ചില കൺസെപ്റ്റ് ഡിപ്രീസിയേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേന് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. നമ്മൾ നേരത്തെ ഒരു മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു. എന്താണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്? ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ലൈഫാണ്, അതായത് തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സാധനത്തിനെ നമ്മൾ എന്താ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, അതായത് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത് പെട്ടെന്ന് അവസാനിക്കില്ല. അപ്പൊ എന്താണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു വർഷത്തേക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണതല്ലോ, ഒരു വർഷത്തേക്കും 2 വർഷത്തേക്കും 3 വർഷത്തേക്കും എത്രയാണോ ആ ഫിക്സഡ് അസറ്റിന്റെ ലൈഫ് അത്രയും വർഷം നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യില്ലേ. അപ്പൊ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? തുടർച്ചയായിട്ടുള്ളതാണ്. അപ്പൊ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റഡ് വിത്ത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ക്ലിയർ ആണോ? ഡിപ്രീസിയേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റത്തെ കൺസെപ്റ്റ് ആണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. അടുത്തതെന്ന് പറയുന്നത് മണി മെഷർമെന്റ് കൺസെപ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞു ആസ് പെർ അക്കൗണ്ടിങ് നമ്മുടെ അക്കൗണ്ട്സിലെ മോണിറ്ററി ആസ്പെക്ട് മാത്രമേ എടുക്കുള്ളൂ എന്ന്. പക്ഷേ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു നോൺ ക്യാഷ് എക്സ്പെൻസസ് ആണ്. ചോദിക്കാറുണ്ട്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. കാരണം എന്ന് പറയുന്നത് അത് ആ എക്സ്പെൻസ് ഉണ്ട്, അതിനെന്ന് പറഞ്ഞാൽ പൈസ ചെലവാവും ചെയ്യും. പക്ഷെ എന്ന് പറയുന്നത് ഇത്രയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് റെക്കോർഡ് ചെയ്യുന്നത് ഒരു മോണിറ്ററി ആയിട്ടല്ല. അത് ഉണ്ട് 10%, 20% എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതൊരു നോൺ ക്യാഷ് എക്സ്പെൻസസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ മണി മെഷർമെന്റ് കൺസെപ്റ്റ് പ്രകാരം ഡിപ്രീസിയേഷനെ ഉൾപ്പെടുത്താം. ഓക്കെ, ക്ലിയർ ആണോ? അടുത്തത് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. നമ്മൾ ഒരു വർഷം ഒരു പ്രിൻസിപ്പിളാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രിൻസിപ്പിൾസ് ഒക്കെ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ നമ്മൾ ഒരു വർഷം എന്ത് ചെയ്തു? ഇപ്പൊ സ്ട്രേറ്റ് ലൈൻ മെത്തേഡാണ് യൂസ് ചെയ്തതെന്ന് വിചാരിക്കുക. അടുത്ത വർഷം നമ്മൾ എന്ത് ചെയ്തു? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. അപ്പൊ നമുക്ക് എന്താണ് കമ്പയർ ചെയ്യുന്നതിനും കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അപ്പൊ എന്താണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമുക്കൊരു സ്ഥിരത വേണം, ഒരു കൺസിസ്റ്റൻസി വേണം. ഒരു വർഷം ഏതാണോ നമ്മൾ ഉപയോഗിച്ച മെത്തേഡ് അതനുസരിച്ചിട്ട് തന്നെ വേണം അടുത്ത വർഷം നമ്മൾ എന്ത് ചെയ്യുക? ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. അതാണ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. ഇനി അടുത്തത് പറഞ്ഞാൽ ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ. ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു എല്ലാ ആസ്പെക്ട് എന്ത് ചെയ്തിരിക്കണം? നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ എന്താണ് ഒരു ബിസിനസിന്റെ യൂസേഴ്സിനെ സംബന്ധിച്ച് ബിസിനസിന്റെ A to Z കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കണം? അവർക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ എന്ത് ചെയ്തിരിക്കണം? ഡിപ്രീസിയേഷൻ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ പോരെ, എത്ര ഉണ്ട് എന്നുള്ളത് അവർക്ക് കൃത്യമായി മനസ്സിലാവണം. അങ്ങനെ വരുമ്പോൾ എന്താണ് ഡിപ്രീസിയേഷൻ കൃത്യമായിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലും അക്കൗണ്ട്സിലും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലേ?
ഓക്കെ. ഇനി എന്താണ് ഡിപ്രീസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡിപ്രീസിയേഷൻ ഫണ്ട് പറയും. ആ ഡിപ്രീസിയേഷൻ നമ്മൾ എവിടെ, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് കാണിക്കുക. ഓക്കെ. ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യുക, അതായത് എന്താ ഇപ്പം മെഷീനറി ആണ് വെച്ചാൽ മെഷീനറിയിൽ നിന്ന് എത്ര പെർസെൻറ്റേജ്, ഇപ്പം മെഷീനറി ഒരു 10,000 രൂപയുടെ മെഷീനറിയാണ് നമ്മൾ വാങ്ങി വെച്ചാൽ അതിൽ 10% ആ വർഷം ഡിപ്രീസിയേഷൻ ഉണ്ടായിച്ച് 10,000ന്റെ 10% 1000. അപ്പം എന്ത് ചെയ്യും, നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ എന്ത് ചെയ്യും, 10,000 എഴുതി ലെസ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, 1000 മൈനസ് ചെയ്തിട്ടുള്ള ബാക്കി എമൗണ്ട് ആണ് കാണിക്കുക. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് ഡിപ്രീസിയേഷൻ അതായത് കൺസേൺഡ് അസറ്റിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് കാണിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ഫണ്ട്. ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫിക്സഡ് അസറ്റ്, ആ ഫിക്സഡ് അസറ്റ് റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് മാറ്റുക, റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫണ്ടിനെയാണ് നമ്മൾ എന്താ ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ഫോർ റീപ്ലേസ്മെന്റ് ഓഫ് ഫിക്സഡ് അസറ്റ്. അപ്പൊ എന്താണ്, നമ്മൾ ഇന്ന് ഒരു ഫിക്സഡ് അസറ്റ് നാശാവുക അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കേടുപാട് വരുമ്പോൾ നമുക്ക് എന്തായാലും മാറ്റണം എന്നുള്ളൊരു ഇതുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് അങ്ങനെ ഒരു ഫണ്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ച് എന്താണ് ഒരു ലയബിലിറ്റി ആണ്. അപ്പൊ ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്, ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്. ഇഫ് ഡിപ്രീസിയേഷൻ ഫണ്ട് ഈസ് ക്രിയേറ്റഡ് then it is shown on the liability side of balance sheet. അങ്ങനെ ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ, പക്ഷേ ഡിപ്രീസിയേഷൻ മാത്രമാണ് വെച്ചാൽ അത് കൺസേൺഡ് അസറ്റിന് മൈനസ് ചെയ്തിട്ട് കാണിക്കണം അസറ്റ് സൈഡ് ബാലൻസ് ഷീറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് എങ്ങനെയാണ്, നമ്മളുടെ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ. നമുക്ക് ഡിപ്രീസിയേഷൻ ഉണ്ട് എന്നറിയാം, അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് അറിയാം. അപ്പൊ എന്താണ്, അതിന് ഓരോ മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്പീഡ് കൂടുന്നുണ്ട് വെച്ച് പറയണം, നമുക്കിത് അറിയുന്ന ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ അത്രയും സ്ട്രെസ് ചെയ്തിട്ടും അല്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തും പറയാത്തത്. അതൊന്നും നമുക്ക് അറിയാം, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെത്തേഡ്സ് ഫോർ കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ. ഫസ്റ്റത്തെ ആണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ഇതിൽ നമ്മൾ എല്ലാം ഒന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. എന്താണ്, രണ്ട് മെത്തേഡ് കോമൺ ആയിട്ട് നോക്കിയാൽ മതി. ഫസ്റ്റത്തെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഓർ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ്. ഓക്കെ, ഫസ്റ്റത്തെ പറയാം. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നുമില്ല, നമ്മൾ ഒരു വർഷം നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടു. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ 10,000 രൂപ വിലയുള്ള ഒരു അസറ്റിന് 10% ഡിപ്രീസിയേഷൻ. അപ്പൊ എന്താണ്, അതിന്റെ ഡിപ്രീസിയേഷൻ 1000 രൂപയാണ് നമുക്ക് കിട്ടിയത്. ആ 1000 രൂപ തന്നെയായിരിക്കും നെക്സ്റ്റ് ഇയറിലും, രണ്ടാമത്തെ വർഷവും, മൂന്നാമത്തെ വർഷവും, നാലാമത്തെ വർഷവും ഒക്കെ എന്താണ് ഈ 1000 രൂപ